ഹായ്, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിലിമിനറി സിലബസ് ഓഫ് 10th ലെവൽ എക്സാമിനേഷൻ്റെ ജനറൽ സയൻസ് എന്ന പാർട്ടിലെ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ജീവകങ്ങൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻസ്, അപര്യാപ്തതാ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിറ്റാമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും പഠിക്കാം. അതേപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ വിറ്റാമിൻസുകൾ എത്രത്തോളം ഉപകാരപ്രദമാണ് എന്ന രീതിയിൽ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയും ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വിറ്റാമിനുകൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്തൊക്കെ വിറ്റാമിൻസുകളാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കും. അതിനുശേഷം ഏതൊരു സാധനം പുതിയതായിട്ട് പഠിക്കുമ്പോഴും നമ്മൾ അത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ തരംതിരിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനദണ്ഡത്തിനനുസരിച്ച് തരംതിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പം വിറ്റാമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കും. അതിനുശേഷം ഒരു വിറ്റാമിൻ എടുത്ത് അത് നമ്മുടെ ഏത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനാണ് ഉപയോഗപ്രദം എന്ന് നോക്കും. അത് ഇല്ലെങ്കിൽ നമ്മുടെ ആ ശരീരഭാഗങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കും. കൂടാതെ ഇത് ഇല്ലാതെ ഇരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടി നമുക്ക് എവിടെ നിന്നൊക്കെ വിറ്റാമിൻസുകൾ ലഭിക്കും എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര തരത്തിലുള്ള വിറ്റാമിൻസുകൾ ഉണ്ട് എന്നാണ്. മെയിനായിട്ട് 6 വിറ്റാമിൻസുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ ആൻഡ് വിറ്റാമിൻ കെ. നിങ്ങൾ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. എ, ബി, സി, ഡി, ഇ ആൻഡ് കെ. ആദ്യത്തെ 5 എണ്ണം നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയാണ്, അപ്പോൾ അത് ഓർക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെയുള്ളത് കെ ആണ്. നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരുടെയൊക്കെ പേരിൻ്റെ ഇനീഷ്യൽ കെ ഉണ്ടാകാം. അതുമായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അതായത് ABCDEയുടെ ഇനീഷ്യലാണ് കെ. അങ്ങനെ 6 ജീവകങ്ങൾ അല്ലെങ്കിൽ 6 വിറ്റാമിൻസുകളാണ് നമ്മൾ കാണുന്നത്. വിറ്റാമിൻസുകൾ ഏതൊക്കെയാണ്? A, B, C, D, E പിന്നെ കെ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ABCDE കെയിലെ വിറ്റാമിൻസുകളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന്. രണ്ടാമത്തത്, വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇത് ക്ലാസിഫൈ ചെയ്തതിന് നമ്മുടെ നിത്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയും. ആദ്യം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് നോക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ. എ ഉണ്ട്, ബി ഇല്ല, പകരം ബി ഇല്ല, സി ഇല്ല, പിന്നെ ഡിയും പിന്നെ ഇയും കെയുമാണ് ഉള്ളത്. അത് നമുക്ക് ഓർക്കാൻ വേണ്ടി ഇടക്ക് എന്ന് ഓർക്കാം, ഇടയ്ക്കിടെ. നമ്മുടെ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഫാറ്റാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇടയ്ക്കിടെ ഫാറ്റുകൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫാറ്റ് ഉണ്ട് എന്നുള്ള, അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ ശരീരം നന്നായി വണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇടക്ക് എന്നുള്ളത് ഫാറ്റ് ഉള്ള രീതിയിൽ ഓർക്കാം. അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവ ഇടക്ക്. ഇടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ EDAK അല്ലെങ്കിൽ ADEK. നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർക്കാൻ കൂടുതൽ എളുപ്പമായി തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്കതിന് മാറ്റാം. ADEK ഒഴികെയുള്ള ബിയും സിയും മാത്രമാണ് വെള്ളത്തിൽ ലയിക്കുന്നവ. പിന്നീട് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്നവ എന്ന് ചോദിക്കാം. അപ്പോൾ ഓപ്ഷനുകൾ അതിനനുസരിച്ച് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു തരംതിരിക്കൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എത്ര വിറ്റാമിൻസ് ഉണ്ടെന്ന് പഠിച്ചു. അതിനുശേഷം വിറ്റാമിൻസിനെ എങ്ങനെയാണ് തരംതിരിച്ചത് എന്ന് പഠിച്ചു.
പിന്നീട് നമ്മൾ പോകുന്നത് ഈ ഓരോ വിറ്റാമിൻസിലേക്കുമാണ്. ഈ ഓരോ വിറ്റാമിൻസിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വിറ്റാമിൻ നമ്മുടെ ഏത് ശരീരഭാഗങ്ങൾക്കാണ് അത്യാവശ്യം, ഇത് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും. ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തത് വിറ്റാമിൻ എ. വിറ്റാമിൻ എ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണ്, പിന്നെ ത്വക്ക്, പിന്നെ മുടി. ഇനി നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഒരു പാറ്റേൺ പറയുന്ന പോലെ പറയാം. ആൽഫബറ്റിൽ സ്റ്റാർട്ടിംഗ് ആണ് എ ആണല്ലോ. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം മനുഷ്യ ശരീരം നമ്മൾ എടുക്കാൻ പോവുകയാണ്. നമ്മുടെ മനുഷ്യ ശരീരം നമ്മൾ പറയുമ്പോൾ തല മുതൽ കാൽ വരെ എന്നാണ് പറയാറ്. അപ്പം ആദ്യം തന്നെ തലയെടുക്കാം. തലയിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ കാണപ്പെടുന്നത് മുടി. അപ്പം എ മുടിക്ക് ആവശ്യമാണ്. പിന്നെ ഉള്ളത് മുഖം. മുഖത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ത്വക്ക് എന്ന് അങ്ങനെ ആലോചിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നെറ്റി. മുടി കഴിഞ്ഞാൽ പിന്നെ താഴെ നെറ്റി, അതും ത്വക്ക് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. പിന്നെ നെറ്റിയുടെ തൊട്ട് താഴെയുള്ളത് കണ്ണ്. അങ്ങനെ 3 സ്ഥലങ്ങളാണ് വിറ്റാമിൻ എ കൂടുതലായിട്ട് ആവശ്യമുള്ളത്. ഒന്ന് മുടി, പിന്നെ രണ്ടാമത് ത്വക്ക്, പിന്നെ മൂന്നാമത് കണ്ണ്. ഇതിൽ കണ്ണിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ വിറ്റാമിൻ എ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും. ഇതിന് മെയിനായിട്ട് ഇലക്കറികൾ, അതായത് ചീര, ചേമ്പില, മുരിങ്ങയില, ഈ ഇലകളിലൊക്കെ കൂടുതൽ വിറ്റാമിൻസ് എ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റിൽ കൂടുതൽ വിറ്റാമിൻ എ ഉണ്ട്. പിന്നെയുള്ളത് പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കഴിച്ചാലും നമുക്ക് വിറ്റാമിൻ എ കിട്ടാം. അപ്പോൾ വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കണം, വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്ന് ഓർക്കണം. രണ്ടാമത് ഇത് എവിടെയാണ് കാണുന്നത്? മുടി, ത്വക്ക്, കണ്ണ്. പിന്നെ നമുക്ക് ആലോചിക്കേണ്ടത് ഇത് എവിടെ നിന്ന് കിട്ടുമെന്നാണ്. വീട്ടിൽ പണ്ടേ പറയുന്നതാണ്, കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പദാർത്ഥമാണ് ഇലക്കറികൾ. അപ്പൊ ഇലക്കറികൾ കഴിച്ചാലാണ് കൂടുതലായിട്ട് വിറ്റാമിൻ എ കിട്ടുക. പിന്നെ പാലുൽപ്പന്നങ്ങൾ, പിന്നെ ക്യാരറ്റ്. ഇത്തിരി ഓർത്തു കഴിഞ്ഞാൽ വിറ്റാമിൻ എയിലെ ഒരു 50% ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതും പിന്നെ വിറ്റാമിൻ എയുടെ രാസനാമം ആണ് കൂടെ ചർച്ച ചെയ്യാനുള്ളത്. അത് നമ്മൾ വരും ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. രണ്ടാമത്തെ വിറ്റാമിൻ ബി. ഓക്കെ. വിറ്റാമിൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ലയിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. പിന്നെ പറയുന്നത് വിറ്റാമിൻ ബി നമുക്ക് എവിടെയാണ് കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം എന്നതാണ്. ബി എന്ന് കേൾക്കുമ്പോൾ തന്നെ, വിറ്റാമിൻ ബി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ബ്ലഡിനെയാണ്. ബി, ബ്ലഡ്. ബ്ലഡിൽ RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ. അപ്പൊ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിറ്റാമിൻ ബി കൂടുതൽ ആവശ്യമാണ്. അതേപോലെ തന്നെ ത്വക്കിന്റെ ആരോഗ്യത്തിനും വിറ്റാമിൻ ബി കൂടുതൽ വേണം. മൂന്നാമത്തെ ഫംഗ്ഷൻ, അതായത് മൂന്നാമത് വിറ്റാമിൻ ബി കൂടുതലായിട്ട് ആവശ്യം വേണ്ടത് ഈ ധാന്യങ്ങളും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുത്താനുള്ള പ്രക്രിയയിൽ വിറ്റാമിൻ ബി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെയുള്ളത് വിറ്റാമിൻ ബി നമുക്ക് എവിടുന്ന് കിട്ടും? ഈ തവിടോട് കൂടിയ ധാന്യങ്ങളുടെ തവിട് കഴിക്കുന്നത് വഴി നമുക്ക് വിറ്റാമിൻ ബി നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകും. പിന്നീട് മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ കൂടി നമുക്ക് വിറ്റാമിൻ ബി കൂടുതലായിട്ട് ലഭിക്കും. നമ്മൾ വിറ്റാമിൻ എ പറഞ്ഞു, വിറ്റാമിൻ ബിയും കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മുടെ നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ വിറ്റാമിൻ സി ആണുള്ളത്. പഴങ്ങൾ, പപ്പായ, മുരിങ്ങയില എന്നിവയിലൊക്കെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ വിറ്റാമിൻ സി അടങ്ങിയ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ലിക്ക, പഴങ്ങൾ, പപ്പായ, മുരിങ്ങയില. എന്തിനാണ് വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിന് ആവശ്യം? വിറ്റാമിൻ സി പ്രധാനമായിട്ടും നമ്മുടെ പല്ല്, മോണ, രക്തകോശങ്ങൾ, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ സി വളരെയധികം ആവശ്യമാണ്. വിറ്റാമിൻ സി, പല്ല്, മോണ. നമ്മൾ ആദ്യം വിറ്റാമിൻ എയിൽ തലമുടി, ത്വക്ക്, കണ്ണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മൂക്ക് ഇല്ല, മൂക്കിന് പകരം പിന്നെയുള്ളത് പല്ല്,
പിന്നെ നമ്മുടെ വായിലുള്ളത് പല്ലാണ്, പല്ലും ഉണ്ട്, അതേപോലെ തന്നെ പല്ലിന്റെ മോണയും. പല്ലും മോണയും ഓർക്കേണ്ടത് വിറ്റാമിൻ സിയിലാണ്. പിന്നെയുള്ളത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത് എന്നറിയുന്നു. സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു എന്ന് നമുക്ക് അറിയാം. പോരാത്ത ഇത് പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും കൂടെ ലഭിക്കും. മെയിനായിട്ട് വിറ്റാമിൻ ഡി ലഭിക്കുന്നത് കാരണം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കൂടും, ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി സഹായിക്കും. അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുന്നതിന് സഹായിക്കുന്നത് വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. പിന്നീട് ഈ വിറ്റാമിൻ ഡി കാരണം നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസ് എന്നിവരുടെ ആഗിരണം കൂടും. അത് ഈ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം കൂടാൻ കൂടി വിറ്റാമിൻ ഡി സഹായകമാകും. ഇത് എല്ലിന്റെയും പല്ലിന്റെയും ശക്തിക്ക് കാൽഷ്യം ആവശ്യമാണല്ലോ. നമ്മുടെ ഈ ഹോർലിക്സിന്റെ ഒക്കെ പരസ്യത്തിൽ കാണാം, ഇത് വിറ്റാമിൻ ഡിയും കാൽഷ്യം കൂടുതലുണ്ട് ഹോർലിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആഡ്സുകളുണ്ട് ഈ നമ്മുടെ എനർജി ഡ്രിങ്ക്സിന്റെ ഒക്കെ. അപ്പൊ ഇങ്ങനത്തെ ആഡ്സുകൾ ഓർത്താലും മതി. അപ്പൊ ഈ വിറ്റാമിൻ ഡി എന്ന് ഓർക്കുമ്പോൾ അതിന്റെ കൂടെ കാൽഷ്യം കൂടെ ഓർക്കുക, പിന്നെ ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും, പിന്നെ ഇത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെയുള്ള വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എണ്ണ, സസ്യ എണ്ണകളിൽ നിന്നാണ് നമുക്ക് വിറ്റാമിൻ ഇ ലഭിക്കുന്നത്. സസ്യ എണ്ണകളിൽ നിന്നാണ് വിറ്റാമിൻ ഇ ലഭിക്കുന്നത്. ഇ എന്ന് പറഞ്ഞ എണ്ണ. അപ്പൊ സസ്യ എണ്ണകളിൽ നിന്നാണ് വിറ്റാമിൻ ഇ ലഭിക്കുന്നത്. ഇത് നമ്മുടെ നാടുകളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കും. വിറ്റാമിൻ ഇ സഹായിക്കുന്നത് എന്തിനാണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കും. പിന്നെയുള്ളത് വിറ്റാമിൻ കെ ആണ്. നമ്മൾ ഇനീഷ്യലായിട്ടൊക്കെ ഓർക്കാമെന്ന് പറഞ്ഞതാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. കെ, കാബേജ്, കോളിഫ്ലവർ. കെ, കാബേജ്, കോളിഫ്ലവർ, പിന്നെ കട്ട പിടിക്കാൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ കെയിൽ ഓർക്കണം. കെ എവിടെ നിന്നാണ് കിട്ടുക? കാബേജ്, കോളിഫ്ലവർ, പിന്നെ ചീരയും കൂടിയുണ്ട്. ഇതെന്തിനാണ് നമുക്ക് ആവശ്യം? നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടായാൽ നമ്മളെ രക്തസ്രാവം ഉണ്ടാവും, അതായത് രക്തം വരും. അപ്പൊ ഈ രക്തം തുടർച്ചയായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്തം കുറയുകയും അത് നമുക്ക് ക്ഷീണം ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് രക്തം പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ കുറച്ച് രക്തം പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ട പിടിക്കേണ്ട സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. അപ്പൊ ഈ സംവിധാനത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ കെ ഉണ്ട്. അപ്പൊ വിറ്റാമിൻ കെ ഉപയോഗിക്കുന്നതിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. അപ്പൊ വിറ്റാമിൻ കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് കാബേജ്, കോളിഫ്ലവർ, പിന്നെ രക്തം കട്ട പിടിക്കാൻ, കെ കട്ട പിടിക്കാൻ. അപ്പൊ നമ്മൾ വിറ്റാമിൻസുകൾ ഏകദേശം കവർ ചെയ്തു. ഏതൊക്കെ വിറ്റാമിൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ABCDEK. അത് കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതാണ്, വെള്ളത്തിൽ ലയിക്കുന്നവ ഏതാണെന്ന് പറഞ്ഞു. ഓരോ വിറ്റാമിൻസും എടുത്ത് അത് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഉപയോഗപ്രദമെന്നും അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നും പഠിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ അടുക്കളയിലൊക്കെ ഒരു ടിപ്പ് എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. എന്താ വെച്ചാൽ ചില പഴങ്ങളും പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ അത് അടച്ചു വെച്ച് വേവിക്കണം എന്ന് പറയാറുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ വിറ്റാമിൻ സി ഉണ്ട്. ഈ വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അപ്പൊ ഇത് വേവിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിന്റെ കൂടെ തന്നെ നീരാവിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നീരാവിയായി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണങ്ങൾ, അതായത് ഈ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കണം എന്ന് പറയുന്നത്. പോരാത്തതിന് നമ്മുടെ സൂര്യപ്രകാശം, അതായത് സൂര്യപ്രകാശം തട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വിറ്റാമിൻ ഡി ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ഈ ഒരു പോയിന്റും കൂടെ ഓർത്തു വയ്ക്കുക. പിന്നെ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓരോ വിറ്റാമിൻസും ആ വിറ്റാമിൻസിന്റെ അഭാവം മൂലം അല്ലെങ്കിൽ ആ വിറ്റാമിൻസ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ലഭിക്കാതെ ഇരുന്നാൽ നമുക്ക് സംഭവിക്കുന്ന രോഗങ്ങളെ കുറിച്ചും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലക്ഷണങ്ങളും കൂടെ പറയുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ വേണ്ടി പറയാൻ പോകുന്നത് ആദ്യത്തത് വിറ്റാമിൻ എ. വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ പോയിന്റ്സ് ആണ് വിറ്റാമിൻ എയിൽ നമ്മൾ ഓർത്തത്. അത്
ഫാറ്റ് സോലുബിൾ, അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്ന് പറഞ്ഞു. രണ്ടാമത് മെയിൻ ആയിട്ട് ഇത് ഏത് ഭാഗത്തെയാണ് എഫക്ട് ചെയ്യുന്നത്, ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് വിറ്റാമിൻ എ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് കണ്ണിൻ്റെയാണ്. അപ്പം വിറ്റാമിൻ എയുടെ അഭാവം മൂലം കണ്ണിനായിരിക്കും പ്രശ്നം വരിക. അപ്പം വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് നിശാന്തതയാണ്. നിശാന്തത, ഓക്കെ, അന്ധത, കണ്ണ്, വിറ്റാമിൻ എ. ഓക്കെ, നിശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല നമുക്ക്. നിശ എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഓക്കെ, നിശ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഇരുട്ട് എന്ന് പറഞ്ഞാൽ മങ്ങിയ പ്രകാശം. അപ്പം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ലാത്ത അവസ്ഥയെയാണ് നിശാന്തത എന്ന രോഗം കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇത് വിറ്റാമിൻ എയുടെ അഭാവം മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. രണ്ടാമത്തത് വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി എന്ന് കേൾക്കുമ്പോൾ ബ്ലഡിലെ RBC ചുവന്ന രക്താണുക്കളെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ബി കാരണം ഉണ്ടാകുന്നത് ബെർബറി എന്ന രോഗമാണ്. ബി കാരണം ഉണ്ടാകുന്നത് ബെർബറി എന്ന രോഗമാണ്. ഈ ബെർബറി എന്ന രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി വളരെയധികം കുറവായിരിക്കും. അത് വളരെയധികം ക്ഷീണമുണ്ടാവും. അതേപോലെ തന്നെ ക്ഷീണമുണ്ടാകുന്നതോടുകൂടി തന്നെ നമ്മുടെ മസിൽസ് ഒക്കെ വളരെയധികം വീക്കായിരിക്കും. ഈ ഒരു അവസ്ഥയാണ് ബെർബറി എന്ന് പറയുന്നത്. ഈ വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണ് ബെർബറി. പിന്നെയുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി. സ്കർവി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. സി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തായിരുന്നു പല്ലിന്റെയും മോണകളുടെയും ആരോഗ്യത്തിന് വിറ്റാമിൻ സി ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഇവിടെ ഗംസ് അല്ലെങ്കിൽ മോണകളിൽ പ്രശ്നം ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ സ്കർവി ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മോണകളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുകയും അതേപോലെ തന്നെ പഴുപ്പൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ശരീരങ്ങൾ മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഉണങ്ങാൻ വളരെയധികം സമയം അല്ലെങ്കിൽ കാലതാമസം എടുക്കും. അപ്പൊ വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ലാസ്റ്റ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്, കണ എന്നൊക്കെ പറയും. റിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡിയുടെ നമ്മൾ പറഞ്ഞായിരുന്നു, വിറ്റാമിൻ ഡിയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? ബോണിന്റെയും പല്ലിന്റെയും ശക്തിക്ക് വേണ്ടിയിട്ട് വിറ്റാമിൻ ഡി ആവശ്യമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസും അയണും ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാൽഷ്യവും വിറ്റാമിൻ ഡിയും ഒക്കെ നമ്മുടെ പല്ലുകളെയും ബോണുകളിലേക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ഇവരുടെ അഭാവം മൂലം നമ്മുടെ ബോൺ എന്ത് ചെയ്യും? സോഫ്റ്റ് ആവും. ഈ ബോൺ സോഫ്റ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ബോൺ ബെൻഡ് ആവും. അപ്പൊ നമ്മുടെ ബോണിന് കറക്റ്റ് ആയിട്ടുള്ള ആകൃതി ഉണ്ടാവില്ല. അങ്ങനെ ബോൺ സോഫ്റ്റ് ആവുകയും ബെൻഡ് ആവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തെയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്, അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നിശാന്തത ഏത് വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഇതൊക്കെ സാധാരണയായി PSCയിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് ഒന്ന് മനസ്സിരുത്തി പഠിക്കേണ്ടതുണ്ട്. ഇത്രയാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് ഉള്ളത്. നമ്മൾ കുറച്ചും കൂടെ PSC ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ചോദ്യങ്ങൾ കണ്ടു. അതിന്റെ ബേസ്ഡ് ആയിട്ടാണ് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിറ്റാമിൻസിന്റെ ഒക്കെ രാസനാമം ചോദിച്ചിട്ടുണ്ട്. അതിൽ വിറ്റാമിൻ എ, അതായത് 10ാമത്തെ സീരിയൽ നമ്പർ നിങ്ങൾക്ക് നോക്കാം. ആ 10ാമത്തെ സീരിയൽ നമ്പറിൽ വിറ്റാമിൻ എയുടെ രാസനാമമായിട്ട് പറഞ്ഞിട്ടുള്ളത് റെറ്റിനോൾ ആണ്. റെറ്റിനോൾ, വിറ്റാമിൻ എ. അതും നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ വിറ്റാമിൻ എ കണ്ണാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കണ്ണിലാണ് റെറ്റിന, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ റെറ്റിന വിറ്റാമിൻ എ ആണ്, കണ്ണാണ്. അപ്പൊ റെറ്റിന, റെറ്റിനോൾ അത് തമ്മിൽ സാമ്യതയുണ്ട്. അപ്പൊ റെറ്റിനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിന ഓർമ്മ വരണം, റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാണെന്ന് ഓർമ്മ വരണം. കണ്ണാണെങ്കിൽ അത് വിറ്റാമിൻ എ ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് വിറ്റാമിൻ ബി. വിറ്റാമിൻ ബിയിൽ നമ്മൾ പറഞ്ഞു, വിറ്റാമിൻ ബിയിൽ കുറേ സബ്
സബ് കാറ്റഗറീസ് ഉണ്ട്. അതായത് വിറ്റാമിൻ B1, B2, B3, B6, B12, B9 ഒക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. അപ്പൊ ഇതിൽ വിറ്റാമിൻ B1 ആണ് തയമിൻ എന്നറിയപ്പെടുന്നത്. തൈമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B1 ആണ്. അതേപോലെ തന്നെ ഫോളിക് ആസിഡ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, വളരെയധികം പരിചയമായ ഒരു പേരാണ് ഫോളിക് ആസിഡ്. അത് വിറ്റാമിൻ B9 ആണ്. പിന്നെ വിറ്റാമിൻ B12ഉം വളരെയധികം ഫെമിലിയർ ആയിട്ട് ഉണ്ടാവും. അതിൻ്റെ പേരാണ് സയനോകൊബാലമിൻ. സയനോകൊബാലമിൻ ആണ് വിറ്റാമിൻ B12. പിന്നെയുള്ളത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് ആണ്. അത് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ സിയുടെ വേറൊരു പേരെന്ന് പറഞ്ഞ രീതിയിൽ അസ്കോർബിക് ആസിഡ് ചോദിച്ചിട്ടുണ്ട്. അസ്കോർബിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് സ്കർവി. പിന്നെ വിറ്റാമിൻ ഇ, ഇതും PSCയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്, ജീവകം ഏതാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ ഫെർട്ടിലിറ്റി ഡിസോർഡേഴ്സ്, അതായത് സ്റ്റെറിലിറ്റി ഇൻ മെയിൽസ് ആൻഡ് അബോർഷൻസ് ഇൻ ഫീമെയിൽസിന് കോസ് ചെയ്യുന്നുണ്ട്. അത് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ഒരു വിറ്റാമിനായിട്ട് വിറ്റാമിൻ ഇ ആണ്. അത് ഓർത്തു വെക്കുക. വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി ഡിസോർഡേഴ്സിന് കാരണമാക്കും. വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഫെർട്ടിലിറ്റി ഡിസോർഡേഴ്സിന് കാരണമാക്കും. അതൊരിക്കൽ ചോദിച്ച ചോദ്യമാണ്. ഞാൻ കുറച്ച് PSC ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ PSC ചോദ്യങ്ങൾക്ക് ഇത്രയും പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച വിറ്റാമിൻസുകളെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, വിറ്റാമിൻസ് ABCDE ആൻഡ് K ഉണ്ട്. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ADEK. വെള്ളത്തിൽ ലയിക്കുന്നവ B and C ആണ്. ഇതിൽ ഓരോ വിറ്റാമിനും ഏതിൻ്റെ ആരോഗ്യത്തിനാണ് ഫലപ്രദം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇത് ഏതൊക്കെ പച്ചക്കറികൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ ഈ വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് രോഗങ്ങൾ കാണുന്നു, ആ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചു. അതേപോലെ ഈ വിറ്റാമിനുകളുടെ രാസനാമങ്ങളെ കുറിച്ചും നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.